IS-നെ വേട്ടയാടുക എന്നത് 40 രാജ്യങ്ങൾ കൂടിയെടുത്ത ഒരു തീരുമാനമാണ്. ഒബാമയുടെ പുതിയ പടപ്പുറപ്പാട് ഇറാഖിനും സിറിയയ്ക്കും എതിരെയാണ്. ആ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പര്യവേക്ഷണ രംഗത്ത് ബാഗ്ദാദ് കൂടി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കിരാതമായ നരവേട്ടയുണ്ടല്ലോ ഇറാഖിനെതിരായുള്ള, അത് അവസാനിക്കാൻ പോകുന്നേയില്ല എന്നാണ് ഏറ്റവും പുതിയ വാർത്ത നമ്മോട് പറയുന്നത്. മാധ്യമം അതിൻ്റെ ഉൾപേജിൽ തന്നിരിക്കുന്ന വാർത്ത കാണുക. IS വേട്ടയ്ക്ക് പുതിയ തുടക്കം, വ്യോമാക്രമണം ബാഗ്ദാദിലേക്ക് വ്യാപിപ്പിച്ചു. വടക്കൻ ഇറാഖിലെയും സിറിയയിലെയും തന്ത്രപ്രധാന മേഖലകൾ നിയന്ത്രണത്തിലാക്കിയ IS-നെതിരായ പോരാട്ടത്തിന് 40ഓളം രാഷ്ട്രങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയ അമേരിക്ക കൂടുതൽ നടപടികളുമായി മുന്നോട്ട്. ഇതുവരെ വടക്കൻ ഇറാഖിനും സിറിയൻ അതിർത്തിക്കും മാത്രമായി IS-നെതിരായ വ്യോമാക്രമണം പരിമിതപ്പെടുത്തിയിരുന്ന US സേന തലസ്ഥാനമായ ബാഗ്ദാദിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും ബാഗ്ദാദ് ആക്രമണത്തിന് ശരവ്യമാകുന്നു എന്നാണ് ഈ മാധ്യമം വാർത്ത നമ്മോട് പറയുന്നത്. ഇറാഖിൽ വീണ്ടും അമേരിക്കൻ ആക്രമണം എന്ന വാർത്ത ദേശാഭിമാനി അതിൻ്റെ വാർത്താ പ്രാധാന്യം കൊണ്ട് 1-ാം പേജിൽ തന്നിരിക്കുന്നു. മാധ്യമം ഉൾപേജിലേക്ക് മാറ്റിയിരിക്കുന്ന തന്ത്രപ്രധാനമായ ആ വാർത്ത സചിത്ര വാർത്തയാക്കി ദേശാഭിമാനി 1-ാം പേജിലെ ആദ്യ വാർത്തയാക്കി തരുന്നു. കാണുക. ഇറാഖിൽ അമേരിക്ക വ്യോമാക്രമണം തുടങ്ങി, വേണ്ടി വന്നാൽ കരയാക്രമണം എന്ന താക്കീതും. ഇറാഖിൽ IS തീവ്രവാദികൾക്കെതിരെ അമേരിക്ക വ്യോമാക്രമണം തുടങ്ങി. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നേതൃത്വത്തിൽ പാരീസിൽ ചേർന്ന 30ഓളം രാഷ്ട്രങ്ങളുടെ സമ്മേളനം IS-നെ ലോക ഭീഷണിയാക്കി കണക്കാക്കി തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക സമ്മേളനം ആരംഭിച്ചയുടൻ ആക്രമണം തുടങ്ങിയത്. നിലവിൽ വ്യോമാക്രമണം മാത്രമാണ് ലക്ഷ്യമിടുന്നതെങ്കിലും തീവ്രവാദികൾ പാഠം ഉൾക്കൊണ്ടില്ല എങ്കിൽ IS-നെതിരായ കൂട്ടായ്മയിലുള്ള രാജ്യങ്ങളുടെ കരസേനയെ ഇറക്കുമെന്ന് അഫ്ഗാനിസ്ഥാനിലെ മുൻ ബ്രിട്ടീഷ് സൈനിക കമാൻഡർ വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരിട്ട് കരയുദ്ധത്തിന് തയ്യാറാകുന്നു ഇറാഖിൻ്റെ സാഹചര്യത്തിൽ അമേരിക്ക എന്നാണ് ഈ ദേശാഭിമാനിയുടെ 1-ാമത്തെ വാർത്ത നമ്മോട് പറയുന്നത്. മോദി വന്നു, ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ടാം എന്ന നില കുറേ ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വിശദാംശം ദേശാഭിമാനി നമുക്ക് തരുന്നു. BJPയുടെ ആഭിമുഖ്യത്തിലുള്ള ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനയായ BMS അടക്കം അടുത്ത 5-ാം തീയതി പണിമുടക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കാണുക, 10 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. അടച്ചുപൂട്ടുന്ന 10 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ BSNL കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ദേശാഭിമാനി 1-ാം പുറത്ത് വളരെ സവിശേഷമായി നമുക്ക് തരുന്നു. കാണുക. 10 സ്ഥാപനങ്ങളുടെയും 2012-13 വർഷത്തെ മൊത്തം പ്രവർത്തന നഷ്ടം 24,500 കോടി രൂപയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടച്ചുപൂട്ടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: BSNL, MTNL, എയർ ഇന്ത്യ, HMT, ഹിന്ദുസ്ഥാൻ ഫോട്ടോസ് ഫിലിംസ്, ഹിന്ദുസ്ഥാൻ ഫെർട്ടിലൈസേഴ്സ് കോർപ്പറേഷൻ തുടങ്ങി 10 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതായി പറഞ്ഞാണ് ഈ അടച്ചുപൂട്ടൽ. വിഷയം ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ക്യാബിനറ്റ് സെക്രട്ടറി അജിത് സേത്ത് വിളിച്ചു ചേർത്തു. BSNL യൂണിയനുകളുടെയും അസോസിയേഷനുകളുടെയും ദേശീയ വേദി കേന്ദ്ര സർക്കാർ നീക്കത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഏതായാലും മോഡി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലയ്ക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകുന്നു എന്നാണ് ഈ ദേശാഭിമാനി വാർത്ത ഇന്ന് നമ്മോട് പറയുന്നത്. ബ്ലേഡ് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ കുബേര പ്രഖ്യാപിച്ചുവെങ്കിലും കുബേര എവിടെയൊക്കെയോ ആ പ്രസ്ഥാനം വഴിതെറ്റി നിൽക്കുമ്പോൾ ആത്മഹത്യകൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരള കൗമുദിയുടെ വിവിധം പേജ് കാണുക. വീണ്ടും ബ്ലേഡ് ഭീഷണി, വൃദ്ധയും മക്കളും ആത്മഹത്യ ചെയ്തു. കോട്ടായിയിലെ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വൃദ്ധയും ഇരട്ടകളായ ആൺമക്കളും ആത്മഹത്യ ചെയ്ത സചിത്ര വാർത്തയാണ് ഇന്ന് ആ വാർത്തയിലൂടെ കേരള കൗമുദി നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മദ്യനയവുമായി ബന്ധിപ്പിച്ച് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഗ്രൂപ്പ് വഴക്ക്, UDF-നുള്ളിൽ നടക്കുന്ന തമ്മിൽ തല്ല്, ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന VM സുധീരൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനം അദ്ദേഹത്തിന് അവസാന ആശ്രയമായി പിന്തുണ തേടുന്ന
ആ ലേഖനം മാതൃഭൂമി എഡിറ്റ് പേജിൽ വളരെ സവിശേഷതയോടെ നൽകിയിട്ടുണ്ട്. മംഗളം എന്ന പത്രത്തിലും ആ ലേഖനം ഇന്ന് വന്നിട്ടുണ്ട്. അതേ ലേഖനം മദ്യനയം നിർണായകമായ ചുവടുവയ്പ് VM സുധീരനാണ് പറയുന്നത്. മറ്റൊരാൾ സുധീരന് വേണ്ടി ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ എന്ന് സംശയമുള്ള സാഹചര്യത്തിൽ ആ ലേഖനത്തിൻ്റെ വിശദാംശങ്ങൾ കാണുക. സമ്പൂർണ്ണ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള സുദൃഢമായ ചുവടുവയ്പ്പാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം ഈ തീരുമാനത്തെ ഏറ്റവും മികച്ചത് എന്ന് വിശേഷിപ്പിക്കുക തന്നെ ചെയ്യും. ചരിത്രം എന്ന് പറയുമ്പോൾ എക്സെപ്റ്റ് ഉമ്മൻചാണ്ടി ആൻഡ് ബാബു എന്നുകൂടി പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ നേട്ടങ്ങളുടെ പേരിൽ അഭിമാനിച്ചിരുന്ന നാം ഇന്ന് ചില മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ലഹരിയുടെ അധിനിവേശം. അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളം ലഹരിയുടെ പിടിയിലാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലാണ്. നമ്മുടെ ഭരണഘടനയുടെ 47-ാം അനുച്ഛേദം ഹാനികരമായ ലഹരി പദാർത്ഥങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം തടയാൻ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച മദ്യത്തിനെതിരായിട്ടുള്ള നിലപാടിൻ്റെ അന്തസത്തയാണ് ഭരണഘടനാ പിതാക്കൾ ഈ അനുച്ഛേദത്തിലൂടെ വിഭാവനം ചെയ്യുന്നത് എന്ന് കോടതിയെ കൂടി ഓർമ്മിപ്പിക്കാൻ പാകത്തിലാണ് ഇന്ന് സുധീരൻ ഈ ലേഖനം മാതൃഭൂമിയിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. BJP താൽക്കാലികമായ ഒരു തിരിച്ചടിയിലേക്ക്, താൽക്കാലികമോ സ്ഥിരമോ അത് പറയാറായിട്ടില്ല, 100 ദിവസം പിന്നിടുമ്പോൾ ഗൗരവതരമായ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് BJP വീഴുമ്പോൾ മാതൃഭൂമിയുടെ മലയാള മനോരമയുടെ കാഴ്ചപ്പാട് പേജ് കാണുക. അതിലൊരു ലേഖനമുണ്ട്. MN കാരശ്ശേരി എഴുതിയ ലേഖനം. തെരഞ്ഞെടുപ്പ് മോദി തരംഗത്തിൻ്റെ മിഥ്യയും ജനങ്ങളുടെ ഉൾക്കരുത്തും ബലപ്പെടുന്നത് ജനാധിപത്യം തന്നെ എന്നാശ്വസിക്കുന്നു MN കാരശ്ശേരി. ഒന്ന് നിൽക്കണേ, നരേന്ദ്രമോദി വാഴ്ചയേറ്റ ശേഷം നടന്ന ഇടക്കാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങളെ മുൻനിർത്തി ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഫലം വന്ന ഉടനെയും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും നിരീക്ഷകരും പറഞ്ഞിരുന്ന മട്ടിൽ ഒരു മോദി തരംഗം വാസ്തവത്തിലുണ്ടായിരുന്നോ? ലോക്സഭയിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചതിലധികം സീറ്റ് നേടുകയും മോദി പ്രധാനമന്ത്രിയാവുകയും ചെയ്തപ്പോഴുണ്ടായ വിലയിരുത്തൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മാസ്മരിക വലയത്തിൽ വീണുകഴിഞ്ഞു എന്നാണ്. ആ വകയിൽ അടുത്ത 5-10 വർഷത്തേക്ക് BJP നാടുവാഴാൻ പോവുകയാണ് എന്നുമൊക്കെ പറഞ്ഞപ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ എപ്പോഴും ആലോചിക്കുകയും സ്വന്തം വോട്ടവകാശം എവിടെയും പണയം വയ്ക്കാതെ കാക്കുകയും ചെയ്യുന്ന പൗരന്മാരുടെ ജാഗ്രതയിലാണ് ജനാധിപത്യം ഊക്ക് നേടുന്നത്. മേലധ്യക്ഷന്മാരോ സമുദായ നേതാക്കളോ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന സ്ഥിതിയിൽ നിന്ന് പല സംസ്ഥാനങ്ങളും രക്ഷപ്പെട്ടു തുടങ്ങുന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ കാണുന്നത് എന്നും ഈ ലേഖനത്തിൽ MN കാരശ്ശേരി പറയുന്നു. ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠത്തെക്കുറിച്ച് D വിജയമോഹനും അതേ പുറത്ത് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. രണ്ടും നല്ല ലേഖനങ്ങൾ തന്നെ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. UPയിലെ 71 MP സീറ്റുകളാണ് BJPയിൽ മോദിയെ അനിഷേധ്യനാക്കിയത്. അതിന് ചുക്കാൻ പിടിച്ചത് BJP അധ്യക്ഷൻ അമിത്ഷായാണ്. ഈ അമിത്ഷാ കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ രൂപരേഖ വരച്ചു എന്നാണ് കിംവദന്തി. നമുക്കിനി ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ഒരു ഷായ്ക്കും, അത് മിതഷായാകട്ടെ ഇനി അമിത് ഷായാകട്ടെ, കയ്യിലിട്ട് അമ്മാനമാടാനാകാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് UP ഇലക്ഷൻ തെളിയിക്കുന്നു. UP ഇലക്ഷൻ്റെ മുഷ്ടി പ്രഹരത്തിൽ ഷാൾ അഴിഞ്ഞ് വീണ് കിടക്കുന്ന അമിത്ഷായെ, നിലത്ത് വീണ് കിടക്കുന്ന അമിത്ഷായെ കാർട്ടൂണാക്കിയിരിക്കുന്നത് കേശവാണ്. ഹിന്ദുവാണ് നമുക്ക് ആ കാർട്ടൂൺ തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. കഴിഞ്ഞ 1 നൂറ്റാണ്ടിനിടയിൽ കാശ്മീർ കണ്ട വലിയ പ്രളയം ഇപ്പോഴും സംസ്ഥാന